നമസ്കാരം. 10th മെയിൻസ് ഡേ 3 പരീക്ഷയാണ്. ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്സ് നമ്മുടെ കേരള ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, മലയാളം 5 പര്യായം പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് സിനോണിംസ് അതെല്ലാം ടെലഗ്രാം ചാനലിലാണ് കൊടുത്തേക്കുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണേ. നമ്മുടെ ഈ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതിൽ ഈ സമയത്ത് നിങ്ങൾ ഈ ടോപ്പിക് പഠിക്കുക. അങ്ങനെ ടൈം ഷെഡ്യൂൾ അല്ല, ഞാൻ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ഏതാ ടോപ്പിക് ഇന്നുണ്ടായിരുന്നേ? 10th സ്റ്റാൻഡേർഡ് ബയോളജി, SCRT ബയോളജി ചാപ്റ്റർ 2, അറിവിന്റെ വാതായനങ്ങൾ ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ഇന്ന് പഠിക്കാൻ തന്നെ. അപ്പൊ അതിന്റെ പരീക്ഷ ഒന്നും എഴുതി നോക്കണ്ടേ? എല്ലാ ദിവസവും പരീക്ഷയുണ്ടേ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതി നോക്കണം. മാർക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് മൊത്തം ചോദ്യം വായിക്കാം കേട്ടോ. ഓരോ ചോദ്യം വായിച്ചിട്ട് എഴുതാനുള്ള സമയം തരാം. ഉത്തരം അവസാനമായിരിക്കും വായിക്കുന്നത്. അപ്പൊ കുറെ പേര് പറഞ്ഞായിരുന്നു ഉത്തരം അവസാനം വായിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. ആദ്യത്തെ പ്രസ്താവന: മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. രണ്ടാമത്തേത്: ഒന്നാം തൃപ്പടിദാനം നടത്തി. മൂന്നാമത്തേത്: ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്. നാലാമത്തേത്: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കിട്ടിയേ? രണ്ടാമത്തെ ചോദ്യം: വേലുത്തമ്പി ദളവയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. 2. തലക്കുളത്ത് വീട് എന്നതായിരുന്നു വേലുത്തമ്പി ദളവയുടെ തറവാടിന്റെ പേര്. 3. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. 4. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. അടുത്ത ചോദ്യം 3. താഴെ പറയുന്നവരിൽ ആരാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം ആരംഭിച്ചത്? എ. സ്വാതി തിരുനാൾ, ബി. മാർത്താണ്ഡവർമ്മ, സി. കാർത്തിക തിരുനാൾ, ഡി. ആയില്യം തിരുനാൾ. അടുത്ത ചോദ്യം 4. മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? എ. ശ്രീമൂലം തിരുനാൾ, ബി. വിശാഖം തിരുനാൾ, സി. ആയില്യം തിരുനാൾ, ഡി. സ്വാതി തിരുനാൾ. 5. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചു കയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ. ശുചീന്ദ്രം കൈമുക്ക്, ബി. വിഷപരീക്ഷ, സി. ചിത്രവധം, ഡി. തൂക്കുപരീക്ഷ. 6. താഴെ പറയുന്നവയിൽ ശ്രീ ചിത്തിര തിരുനാളുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ശ്രീ ചിത്തിര തിരുനാളുമായി ബന്ധമില്ലാത്തതാണ്. എ. തിരുവനന്തപുരം വിമാനത്താവളം ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. ബി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. സി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഡി. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. 7. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? എ. റാണി ഗൗരി ലക്ഷ്മിഭായ്, ബി. റാണി സേതു ലക്ഷ്മിഭായ്, സി. റാണി ഗൗരി പാർവതിഭായ്, ഡി. സ്വാതി തിരുനാൾ. 8. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലെ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സംഭവിക്കുന്ന മറ്റു മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. എ. സ്നായുക്കൾ അയയുന്നു, ബി. ലെൻസിന്റെ വക്രത കൂടുന്നു, സി. ഫോക്കൽ ദൂരം കുറയുന്നു, ഡി. ഫോക്കൽ ദൂരം കൂടുന്നു. 9. റെറ്റിനയെയും പ്രകാശഗ്രാഹി കോശങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. ബി. പച്ച, നീല, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരത്തിലുള്ള കോൺകോശങ്ങൾ കണ്ണിലുണ്ട്. സി. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. ഡി. കോൺകോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ സമാനമാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക.
10. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. എ പ്ലനേറിയ ഒമറ്റീഡിയ, ബി ഈച്ച ഒമറ്റീഡിയ, സി പാമ്പ് ജേക്കബ്സൺസ് ഓർഗൻ, ഡി സ്രാവ് പാർശ്വവര. 11. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഏത്? എ വെസ്റ്റിബ്യൂൾ, ബി കോക്ലിയ, സി യൂസ്റ്റേഷ്യൻ നാളി, ഡി അർദ്ധ വൃത്താകാര കുടലുകൾ. 12. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക. എ പ്രാലേയം, ബി ഹിമം, സി തുഷാരം, ഡി കൗമുദി. 13. താഴെ പറയുന്നവയിൽ മകന്റെ പര്യായപദം അല്ലാത്തത് ഏത്? എ പുത്രൻ, ബി തനയൻ, സി രവി, ഡി സുതൻ. 14. സിനോണിം ഓഫ് അബാൻഡൻ. എ റിനൗൺസ്, ബി അൺക്ലിയർ, സി പസിൽ, ഡി ബാഫിൾ. 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ബാഫിൾ? എ എക്സസീവ്, ബി കൺഫ്യൂസ്, സി ഡിഫീറ്റ്, ഡി എല്യൂഡ്. അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യം. ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാവേ. ആദ്യത്തെ ചോദ്യം, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന സി ആണ് തെറ്റ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ധർമ്മരാജ, അത് തെറ്റിപ്പോയി. 2. വേലുത്തമ്പി ദളവയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എ ആണ് എല്ലാം ശരിയാ. 3. താഴെ പറയുന്നവരിൽ ആരാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം ആരംഭിച്ചത് ആരാ? മാർത്താണ്ഡവർമ്മയാണ്. നിർത്തലാക്കിയതാരാ? സ്വാതി തിരുനാൾ. 4. മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മരിച്ചീനി കൃഷി ഓപ്ഷൻ ബി വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാൾ. 5. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചു കയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ചിത്രവധമാണ്. 6. താഴെ പറയുന്നവയിൽ ശ്രീ ചിത്തിര തിരുനാളുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. സി ആണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിഭായി ആണ്. റാണി സേതു ലക്ഷ്മിഭായി. അടുത്തത്, ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ബി റാണി സേതു ലക്ഷ്മിഭായ്. ഈ മൃഗബലി നിരോധിക്കാൻ പ്രേരണ നൽകിയ നവോത്ഥാന നായകൻ ആരാ? ചട്ടമ്പി സ്വാമികളാ. 8. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലെ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സംഭവിക്കുന്ന മറ്റു മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഡി ആണ് ഫോക്കൽ ദൂരം കൂടുന്നു എന്നുള്ളതാണ്. അത് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണ് ഫോക്കൽ ദൂരം കൂടുന്നത്. 9. റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ തെറ്റായ പ്രസ്താവന ഡി ആണ്. കോൺ കോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാണ്, സമാനമല്ല, വ്യത്യസ്തമാണ്. അതാണ് തെറ്റിപ്പോയത്. 10. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി എ ആണ്. പ്ലനേറിയയുടെ ഗ്രാഹിയാണ് ഐസ്പോട്ട്. ഒമറ്റീഡിയ ഈച്ചയുടേതാണ്. അതാണ് തെറ്റിപ്പോയത്. ഐസ്പോട്ട് ആയിരുന്നു ഇവിടെ വരേണ്ടത്, പ്ലനേറിയ. 11. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഏതാ? കോക്ലിയയാണ്. കോക്ലിയ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം കോക്ലിയ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഡി ആണ് കൗമുദി എന്നാൽ നിലാവ്. പ്രാലേയം, ഹിമം, തുഷാരം മഞ്ഞിന്റെ പര്യായ പദങ്ങളാ. കൗമുദി നിലാവാണ്. 13. താഴെ പറയുന്നവയിൽ മകന്റെ പര്യായ പദം അല്ലാത്തത്. സി ആണ് രവി. രവി എന്നാൽ സൂര്യൻ. പുത്രൻ, തനയൻ, സുതൻ മകനാണ്. 14. സിനോണിം ഓഫ് അബാൻഡൻ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഓപ്ഷൻ എ റിനൗൺസ് ആണ് ഉത്തരം. റിനൗൺസ്. 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ബാഫിൾ? ബാഫിൾ എന്നാൽ അമ്പരപ്പിക്കുക. നോട്ട് എ സിനോണിം ആണ്. എ എക്സസീവ് ആണ് സിനോണിം അല്ലാത്തത്. കൺഫ്യൂസ്, ഡിഫീറ്റ്, എല്യൂഡ് എല്ലാം സിനോണിംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നാളത്തെ ഡേ റിവിഷൻ ഡേ ആണ്. അപ്പോൾ ആ കാര്യങ്ങളും ബാക്കി നാളെ പഠിക്കാനുള്ള ഒരു 1-2 ടോപ്പിക്സ് നാളെ പഠിക്കാനുള്ളൂ. ബാക്കി ഈ 3 ദിവസത്തെ റിവിഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ ടെലഗ്രാമിൽ പറയാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും കാണാം.
താങ്ക് യു.